തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഫോൺ കോൾ മാറിപ്പോയതിന്റെ പേരിൽ വൃദ്ധ ദമ്പതികൾക്ക് അതിക്രൂര മർദ്ദനമേറ്റു. കഴുത്തിൽ കത്തിവെച്ച് വധഭീഷണി മുഴക്കിയത് വളർത്തു മകളുടെ മകനാണ്. വീട് അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കൊച്ചുമകനെയും സുഹൃത്തിനെയും ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം കാട്ടാക്കട കുളത്തുമ്മലിൽ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കുളത്തുമ്മൽ സ്വദേശിയായ വയോധികൻ ബാലസിന്റെ വീടാണ് രണ്ടംഗ സംഘം അടിച്ചു തകർത്തത്. തുടർന്ന് ഇരുവരും ബാലസിനെയും ഭാര്യ ഗോമതിയെയും കത്തികാട്ടി വധഭീഷണി മുഴക്കി. അകത്ത് വരാൻ ഒക്കാത്തതിന്റെ പേരാണ് ഈ ജനലെല്ലാം അടിച്ചു പൊട്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൊല്ലടാ, എൻ്റെ ഒരു ബന്ധുവാണല്ലോ, ഒന്നിനെ കൊല്ലടാന്ന് പറഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞു. പിച്ചാത്തി കൊണ്ടെന്ന് എൻ്റെ കരുതലിനെ വെച്ചിട്ട് ഇന്ന് നിനക്ക് ഞാൻ പിച്ചായിട്ട് ഞാൻ തന്നിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിട്ട് വേണ്ടി ഇറങ്ങി. കാട്ടാക്കട കുളത്തുമ്മൽ സ്വദേശി വിനോദ്, ഇയാളുടെ സുഹൃത്ത് കിരൺ എന്നിവരാണ് അക്രമം നടത്തിയത്. ബാലസിന്റെ വളർത്തുമകളുടെ മകനാണ് പ്രതി വിനോദ്. ഇന്നലെ രാത്രി ബാലസ് നമ്പർ തെറ്റി വിനോദിനെ വിളിച്ചിരുന്നു. ഇതിന്റെ പേരിൽ വിനോദ് ബാലസിനെ തുടർച്ചയായി ഫോണിൽ വിളിച്ച് അശ്ലീല വർഷം തുടർന്നു. ഇവര് അങ്ങോട്ട് ചോദിച്ച് പിന്നീട് എന്നെ എന്തിനു ചീത്ത വിളിക്കുന്നത്, ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചതല്ലേ, അങ്ങോട്ട് എന്തിനു ചീത്ത വിളിക്കുക. അപ്പോൾ 2-3 ചീത്ത വീണ്ടും വിളിച്ചു, 3-4 ചീത്ത വിളിച്ചിട്ട് ഇവർ ഒരു ചീത്ത വിളിച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി വിളിക്കില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കാൻ പറഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങി. പിന്നീടാണ് വന്ന് ഈ ബഹളം കൂടെ നടത്തിയപ്പോഴാണ് ഞങ്ങൾ എഴിച്ചത്. തുടർന്നാണ് വിനോദും കൂട്ടാളി കിരണും കുളത്തുമ്മലിലെ ബാലസിന്റെ വീട്ടിലെത്തി ആക്രമണം അഴിച്ചുവിട്ടത്. ബാലസിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. ഇരുവരും ഒളിവിലാണ്. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.